എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മൾ ഈ കൊച്ചിയിലൊക്കെയാണ് വാട്ടർ മെട്രോ കണ്ടിട്ടുള്ളത്. ചാലക്കുടി നഗരസഭ നമ്മുടെ നഗരസഭ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വാട്ടർ മെട്രോയ്ക്കുള്ള ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ പിറകെ കാണുന്നത് ഈ മെട്രോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, അശാസ്ത്രീയമായ രീതിയിലുള്ള കാന നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബസ് തൊഴിലാളികൾക്ക് തൊട്ടപ്പുറത്തുള്ള കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റണമെങ്കിലേ വല്ല ഹെലികോപ്റ്ററിൽ കയറി പോകണം. ഇതൊക്കെ തലയ്ക്ക് മൂളയുള്ള ആളുകൾ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എങ്ങനെയെങ്കിലും ഫണ്ട് വിനിയോഗിക്കാമെന്നും പറഞ്ഞിട്ട് പണി നടത്തി പരിപാടി അഭ്യാസം കൂട്ടി ഓഫീസിൽ കയറി കുത്തിരുന്നത് ശരിയാവില്ല. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇതിപ്പോൾ മഴ മാറിയ സമയത്തുള്ള സ്ഥിതി ഇതാണ്. മഴ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു കായൽ പോലെയാവും. ഇതെന്താ സംഭവിച്ചത്? അവിടെ നിന്ന് വന്ന വെള്ളം മുഴുവൻ ബ്ലോക്കായിട്ട് ആ തോട് കിടക്കണത്. ഇവിടെ ഇത് പണിതപ്പോൾ തന്നെ പറഞ്ഞ, ഈ റോഡ് പണിതപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ ഒരു കാന വേണമെന്നുള്ളത്. ഈ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ ആര് കേൾക്കാൻ? എന്തായിരുന്നാലും ചാലക്കുടി നഗരസഭയുടെ ഈ വാട്ടർ മെട്രോ പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയായി. മഴക്കാലത്തോടുകൂടി ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ വെട്ടടവിലേക്ക് നമുക്ക് മെട്രോ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൊച്ചിയായിട്ട് ബന്ധപ്പെടുത്താം. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലെ സ്ഥിതി. ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ മഴ തോർന്നു കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയാണിത്. മഴ ഉള്ള സമയത്ത് ഇതിനേക്കാളും കശയാണ്. ഇതാണ് നമ്മളെ അവസ്ഥ. അന്നത്തെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇന്ന് 2018 പോലും ഇതുപോലെ വെള്ളം കയറിയില്ല. ഇത് ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് വഴി ഉണ്ടാക്കിയതാണ് ഈ കണ്ടത്. ഇപ്പം എന്തായി? ഇപ്പം യാത്രക്കാർക്ക് കയറാനോ ഇറങ്ങാനോ ഒന്നിനും പറ്റാണ്ടായി. വെള്ളത്തിൻ്റെ അവസ്ഥ അത്. അപ്പോൾ വാട്ടർ മെട്രോ പോലെയാണ് ഇപ്പോൾ ബസ്സുകൾ പോകണത്. ഇവിടെ കാറുകളും ബസ്സുകളൊക്കെ പോകുന്നത് അതുപോലെയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി അധികാരികൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ കച്ചവടക്കാർക്കും എല്ലാവർക്കും ഭീഷണി തന്നെയാണ്. ഇതിപ്പോൾ ആലപ്പുഴ പോലെയായി ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതൊന്ന് ചെയർമാനും ഭരണസമിതിയും ഒക്കെ ഒന്ന് ഇത് 2018 ഇത്രയും വെള്ളം ബസ് സ്റ്റാൻഡകത്ത് ഈ സമയത്ത് കയറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഒരു പ്രതിവിധി കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾക്കും ബസ് വ്യവസായം നടക്കുന്ന ആൾക്കാർക്കൊക്കെ ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുകളിൽ എത്തിക്കും. KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ടൊരു വഴി കാണാം. ആ റോഡിൻ്റെ സ്ഥിതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ചാലക്കുടി നഗരസഭ അതിർത്തിയിൽ ഏറ്റവും മനോഹരമായിട്ട് വാട്ടർ മെട്രോ നടത്താൻ പറ്റുന്ന മറ്റൊരു ഇടമാണ് ഈ റെയിൽവേ അടിപ്പാത. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായിട്ടുള്ള ക്രാക്റ്റിൻ്റെ ഭാരവാഹി PD ദിനേശ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അശാസ്ത്രീയമാണ്. ഇവിടെ ഇതുകൊണ്ടൊന്നും വെള്ളക്കെട്ട് അവസാനിക്കില്ല. ഇവിടെ ഉണ്ടാകേണ്ടത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ വലതുവശം പിടിച്ചു പോയിരുന്ന റെയിൽവേ ചാൽ തുറക്കുക എന്നുള്ളതായിരുന്നു എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. ചാലക്കുടി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് പരിതസ്ഥിതിയിൽ മുൻപുണ്ടായിരുന്നെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ഇടപെടൽ നടക്കാതെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചാലക്കുടിയുടെ പ്രധാന ജംഗ്ഷനുകളിലായിട്ടുള്ള സൗത്ത് നോർത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാനകൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റാനായിട്ട് ഇടപെടൽ നഗരസഭ ചെയ്യില്ലേ എന്നതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഈ റെയിൽവേ ചാൽ തുറന്നുകൊണ്ടുള്ള ഒരു വികസനമായിരുന്നു ഇവിടെ കൊണ്ടുവരേണ്ടത്. പക്ഷേ അശാസ്ത്രീയമായിട്ടുള്ള ഇപ്പോൾ റെയിൽവേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തീർത്തും അശാസ്ത്രീയമാണ്. കാരണം ഈ വെള്ളം, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെയുള്ള സൗത്തിൽ നിന്നും അവർക്ക് വരുന്ന വെള്ളം കുത്തനെ ഇവിടേക്ക് വന്ന് ചാടുകയും അത് പുഴയിലേക്കാണ് വിടുന്നത്. ആ പുഴയിലേക്ക് വിടുന്നതിൻ്റെ വാൽവ് താഴ്ന്നാണ് ഇരിക്കുന്നത്. ആ താഴ്ന്നിരിക്കുന്നതിൽ നിന്ന് പുഴയിൽ വെള്ളം കൂടുമ്പോൾ വെള്ളം അവിടെ ബ്ലോക്കാവുകയും ഇവിടെയും ബ്ലോക്കാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന്, അതായത് ജൂൺ 1-ാം തീയതി ആയിട്ടുള്ളൂ. ഈ ജൂൺ 1-ാം തീയതി പെയ്ത മഴയിൽ ഇങ്ങനെയാണെങ്കിൽ ഈ തോട്ടവീതി ഭാഗത്ത് താമസിക്കുന്ന ആളുകളും അതുപോലെ തന്നെ CMI പബ്ലിക് സ്കൂൾ അടക്കമുള്ള വിദ്യാലയങ്ങൾ അവിടെയുണ്ട്, ആളുകൾ താമസിക്കുന്നവരാണ്. അവർക്ക് ചാലക്കുടിയുമായി ബന്ധം മുറിയുകയാണ്. ഇപ്പോൾ സത്യത്തിൽ എന്തുണ്ടായത്? ചാലക്കുടിയുടെ അടിപ്പാതയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ചാലക്കുടി. ഇത് അശാസ്ത്രീയമായിട്ടുള്ള ഇവരുടെ വികസന നയങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുൻപ് ഇവിടെ ഇരുന്ന പല അധ്യക്ഷന്മാരും ഇതിപ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഈ റെയിൽവേ ചാലുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഒരു മഴ പെയ്തപ്പോഴേക്കും ഇതുപോലെയാണ് വെള്ളമെങ്കിൽ ഇനിയുള്ള മഴകളിൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോഴത്തെ ആളുകൾക്ക് വളരെ ദുരിതം സമ്മാനിക്കുന്ന
ഇപ്പോൾ ഇന്ന് അപ്പുറത്തെ ഭാഗത്തുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാലും ഹോസ്പിറ്റലിൽ മറ്റും പോകാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ എളുപ്പവഴി ഇവിടെ കിടക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയിലേക്ക് വെള്ളം കയറി കിടക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം നഗരസഭയ്ക്കുണ്ട്. ഈ വിഷയം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേ ചാല് തുറക്കുന്നതിന് വേണ്ട ഇടപെടലാണ് ചെയ്യേണ്ടിരുന്നത്. അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചാലക്കുടി നഗരസഭയ്ക്ക് ചെലവിലാണ്ട് വാട്ടർ മെട്രോ ആരംഭിക്കാനായിട്ടുള്ള അസുലഭ അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കാഴ്ച നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഇവിടെ ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു കസേര മനുഷ്യൻ അയാൾ പറയണ്ടായി മൊബൈൽ ഫോണും തൂക്കി നടക്കുന്ന ഏതോ ഒരുത്തൻ. ഞാൻ മൊബൈൽ ഫോണും തൂക്കി നടക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഷോ വർക്ക് കാണിച്ച് കസേര മള്ളിപ്പിടിച്ചിരിക്കുന്ന ചില ആൾക്കാർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അവികസനമായിട്ടുള്ള നയങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ യാത്രക്കാരായ ആളുകളാണ്. ചില ആളുകൾക്ക് ഇന്നോവയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ, ഇന്നോവയിൽ നിന്ന് നേരെ വീട്ടിലിറങ്ങണവർക്ക് ഇത് മനസ്സിലാവില്ലെന്ന്. അതല്ലാത്ത ആളുകളെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനാണ് ഈ മൊബൈലും തൂക്കി പിടിച്ചിറങ്ങണേ. അപ്പോൾ ചില മാന്യന്മാർ ചാലക്കുടി നഗരസഭയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഈ ജാതി ഡയലോഗൊക്കെ പിടിച്ചിറങ്ങണല്ലേ. ഇതൊക്കെ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ ആരും ഇറങ്ങില്ല. പിന്നെ ഏത് കസേര മനുഷ്യന്മാരെ ഏതൊക്കെ പരിപാടി ചെയ്താലും ഈ ജാതി പരിപാടികൾ എന്തൊരു വികസനപരമായിട്ടുള്ള എൻജിനീയറിംഗ് വൈദഗ്ധ്യമാണല്ലോ കാണുന്നത്. ഞാൻ മുന്നേ ഇതുപോലൊരു വീഡിയോ ഇട്ടത് ഇവിടെ വെള്ളം പോണേ